ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ വീട്ടാവശ്യങ്ങൾക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ്. നമ്മൾ ഹൂഡി സർക്കിളിലുള്ള ഡിമാർട്ടിലോട്ടാണ് വന്നത്. കുറേ പേരൊക്കെ പേഴ്സണലിയും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട് എവിടുന്ന വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മേടിക്കാറെന്ന്. ഞങ്ങൾ കൂടുതൽ ഇവിടെയാണ് വരാറ്. ഇവിടെ ആകുമ്പോൾ പാർക്കിംഗ് ഒക്കെ നല്ല സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടാണ് അധികവും വരാറ്. പിന്നെ വിശാലിൽ പോവും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഗ്രാമിക് ഹൈപ്പർ മാർക്കറ്റിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട്. ഡിമാർട്ടിലാകുമ്പോൾ പിന്നെ നമ്മൾ മലയാളീസിൻ്റെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് മേടിച്ച് പോകാൻ കഴിയും. ഷോപ്പിംഗ് നടത്താൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പക്ഷേ ഇതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോഴാണ് ഇത്തിരി മടി തോന്നുക. പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഗ്രോസറി ആയാലും ഡ്രസ്സും ഡെക്കറിങ് ഐറ്റംസ്, ഹോം ആക്സസറീസ്, കിഡ്സിനും ഒക്കെയുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്കിവിടെ കിട്ടും കേട്ടോ. വീക്ക്ലി ഡേയ്സിൽ അത്ര തിരക്കൊന്നുമില്ല. നമുക്ക് സമാധാനത്തോടെ എടുക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. വീക്കെൻഡ് ഡേയ്സിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല റഷായിരിക്കും. എല്ലായിടത്തും നല്ല തിരക്കാണ് ഇവിടെയൊക്കെ. ഞങ്ങൾ മൺഡേ മോർണിംഗ് കേട്ടോ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇത്ര തിരക്ക് കുറഞ്ഞു കാണുന്നത്. എപ്പോഴാണെങ്കിലും നല്ല ക്രൗഡഡ് ആയിരിക്കും. ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് പോയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് വീട്ടിലെത്തിയ പിന്നെ ആദ്യക്കുട്ടീനെ ഒന്ന് റെഡിയാക്കിയിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കണം, ഒന്ന് ഉറക്കണം. അപ്പം തന്നെ പിന്നെ ആദ്യം വരാനാവും. ആദ്യക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കണം. വീട്ടിലാണ് എല്ലാ സാധനങ്ങളും അമ്മയാട്ടോ എടുത്ത് വെക്കുക. സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നാലും അമ്മയാണ് എല്ലാം ഓരോന്നിൻ്റെ സ്ഥാനത്തൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ലൈഫ് ഇങ്ങനെയാണല്ലോ, ഒരു സൈക്കിളാണ്. ഒരു കാലത്ത് അച്ഛനും അമ്മയൊക്കെ ചെയ്യും, പിന്നെ അത് കറങ്ങി വന്ന് അതേ വേഷം നമ്മൾ ചെയ്യേണ്ടി വരും.